എടാ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കണം. യെസ്, പൂജ്യത്തിന് വിലയുണ്ടോ മക്കളെ? പൂജ്യത്തിന് വിലയുണ്ട്. ഈ ചോദ്യം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും പൂജ്യത്തിന് ഭയങ്കര വാല്യൂ ആണ്. ഇതാ കമ്മിങ് ബാക്ക്. ആദ്യത്തെ 5 ടേമിന്റെ സമ്മ് 100 ആണ്. ആദ്യത്തെ 8 ടേമിന്റെ സമ്മും 100 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു 6, 7, 8 ടേമിന്റെ സമ്മ് എത്രയാണെന്നാ ചോദിച്ചത്. ഇവിടെ നോക്കടാ, 6ാമത്തെ ടേം പ്ലസ് 7ാമത്തെ ടേം പ്ലസ് 8ാമത്തെ ടേം, ഇത് 3ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നാ ചോദിച്ചത്. എടാ ഇവിടെ നോക്കടാ, ആദ്യത്തെ 8 ടേമിന്റെ സമ്മ്, 8 ടേമിന്റെ സമ്മിൽ നിന്നും നമ്മുടെ ആദ്യത്തെ 5 ടേമിന്റെ സമ്മ് കുറച്ചാൽ ബാക്കി 6, 7, 8 ടേമുകളുടെ സമ്മല്ലേ കിട്ടുക. 8 ടേമിന്റെ സമ്മ് 100 അല്ലേ, 5 ടേമിന്റെ സമ്മും 100 അല്ലേ, 100 100 കുറച്ചാൽ 0 അല്ലേ. സോ 6, 7, 8 കൂടി കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്രയാന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. എത്രയാന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. സോ ആൻസർ എ, സബ് ക്വസ്റ്റ്യൻ എന്റെ ആൻസർ എന്താണ്? എ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് 7th ടേം കണ്ടുപിടിക്കണം. എന്ത് ടേം കണ്ടുപിടിക്കണം? 7th ടേം കണ്ടുപിടിക്കണം. എടാ 7th ടേം എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ ടേം അല്ലേ. മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? സം ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ. സം ബൈ നമ്പർ ഓഫ് ടേംസ്. ഇതിന്റെ സമ്മ് 0 അല്ലേ, നമ്പർ ഓഫ് ടേംസ് 3 അല്ലേ, 3 അല്ലേ. സോ സം ബൈ നമ്പർ ഓഫ് ടേംസ് മിഡിൽ ടേം 0/3 നമുക്ക് 0 ആണെന്ന് കിട്ടും. മിഡിൽ ടേം എത്രയാണ്? 0 ആണെന്ന് കിട്ടി. അതായത് ഏഴാമത്തെ ടേം ആണ് മിഡിൽ ടേം. 7ാമത്തെ ടേം 0 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ആദ്യത്തെ 13 ടേമിന്റെ സമ്മ് എത്രയാണെന്ന് ചോദിച്ചത്. സമ്മ് കണ്ടുപിടിക്കാൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ പോരെ. മധ്യപദമായിട്ടുള്ള 7th ടേമിന്റെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 0 × 13. 0 × 13 എത്രയാണ് ആൻസർ? 0 അല്ലേ. യെസ്. അപ്പൊ നോക്കിയേ, എ ക്വസ്റ്റ്യൻ ആൻസർ 0, ബി ക്വസ്റ്റ്യൻ ആൻസർ 0, സി ക്വസ്റ്റ്യൻ ആൻസറും 0. പൂജ്യത്തിന് വിലയുണ്ടോടാ? പൂജ്യത്തിന് വിലയുണ്ടാ.